ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ദക്ഷിണ കൊറിയ എന്ന് പറഞ്ഞൊരു രാജ്യം എങ്ങനെയാണ് അവരുടെ സോഫ്റ്റ് പവർ ലോകത്ത് വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് അവരുടെ രാജ്യത്തിന് ശക്തിയായിട്ട് മാറുന്നത്, ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ പവർ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പവർ? അപ്പോൾ പവറിനെ പറ്റി നമ്മൾ പറയുക അബിലിറ്റി ടു ഷേപ്പ് ദ ഔട്ട്കം, അതായത് ഒരു കാര്യത്തിൻ്റെ ഔട്ട്കമ്മിനെ നിർണ്ണയിക്കാൻ പറ്റുക, അതാണ് പവറിൻ്റെ ലക്ഷ്യം. ഇനി നമ്മൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ധാരാളം രാജ്യങ്ങളുണ്ട്, രാജ്യാന്തര സംഘടനകളുണ്ട്, വലിയ വലിയ കമ്പനികളുണ്ട്, അന്താരാഷ്ട്ര സംഘടനകളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം അവരുടേതായ ഒരു പവറുണ്ട്. അപ്പോൾ നമ്മൾ പവറിനെ പറ്റി പറയുമ്പോൾ പല രീതിയിലുള്ള പവർ പറയും. ഹാർഡ് പവർ, സോഫ്റ്റ് പവർ, സ്മാർട്ട് പവർ. അപ്പോൾ എന്താണ് ഹാർഡ് പവർ? ഒരു രാജ്യത്തിന് എങ്ങനെ ബാക്കിയുള്ളവരെ കൊയേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ നിർബന്ധിച്ച് അവരുടെ കാര്യം സാധിക്കാം, അതിനെയാണ് ഹാർഡ് പവർ എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തി. ഇപ്പോൾ അമേരിക്കയുടെ വിശാലമായ സൈനിക ശക്തി ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് ലോകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റി. പല സ്ഥലത്തും പല റിസൾട്ടും കൊണ്ടുവരാൻ അവരെ കൊണ്ട് പറ്റി. ഉദാഹരണത്തിന് സദാം ഹുസൈൻ എന്ന ഭരണാധികാരിയെ തെറിപ്പിച്ചു, അല്ലെങ്കിൽ ലിബിയയിൽ ഭരണം തെറിപ്പിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ഹാർഡ് പവർ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ സാമ്പത്തിക ശക്തിയും ഹാർഡ് പവറാണ്. അപ്പോൾ സാമ്പത്തികമായ ശക്തി കൊണ്ട് പല രാജ്യങ്ങൾക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ എപ്പോഴും ഹാർഡ് പവർ വർക്ക് ചെയ്യണമെന്നും നിർബന്ധമില്ല. ഉദാഹരണത്തിന് സർവ്വശക്തിയുള്ള അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ മുമ്പിൽ തോറ്റോടിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി എന്താണ് സോഫ്റ്റ് പവർ? അപ്പോൾ സോഫ്റ്റ് പവറിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത് അമേരിക്കൻ ചിന്തകനായ ജോസഫ് നൈയാണ്. അപ്പോൾ സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ മൂല്യങ്ങളും ഒരു രാജ്യത്തിൻ്റെ സംസ്കാരമൊക്കെയാണ്. അങ്ങനെ കൊയേഴ്സ് ചെയ്യാണ്ട് എങ്ങനെ ഒരു രാജ്യത്തിന് വേറെ ജനങ്ങളെയോ വേറെ ആൾക്കാരെയോ സ്വാധീനിക്കാം, അതിനെയാണ് സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കാരം, മൂല്യങ്ങൾ, കൾച്ചർ, വാല്യൂസ്, ഇതെല്ലാം സോഫ്റ്റ് പവറിൽ പെടുന്നതാണ്. ഇനി നമ്മൾ ആഗോള രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ രാജ്യങ്ങൾ ഹാർഡ് പവറും സോഫ്റ്റ് പവറും ഒരു മിക്സായിട്ട് ഉപയോഗിക്കും, അതിനെയാണ് സ്മാർട്ട് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് തുടങ്ങുന്ന 3 കൺസെപ്റ്റ്. എന്താണ് പവർ, എന്താണ് ഹാർഡ് പവർ, എന്താണ് സോഫ്റ്റ് പവർ, എന്താണ് സ്മാർട്ട് പവർ. ഇനി നമ്മൾ പറയുവാണ് ദക്ഷിണ കൊറിയ എന്നൊരു രാജ്യം. അപ്പോൾ കിഴക്കൻ ഏഷ്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വടക്കൻ കൊറിയയുടെയും ചൈനയുടെയും അതുപോലെ ജപ്പാൻ്റെ അടുത്തുള്ളൊരു രാജ്യമാണ് സൗത്ത് കൊറിയ. അപ്പോൾ ഈ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ വളരെയധികം സാമ്പത്തിക വളർച്ചയുള്ളൊരു രാജ്യമാണ്. ഏകദേശം 5.25 കോടി ജനസംഖ്യയിൽ ഏകദേശം 100% വംശീയപരമായിട്ട് കൊറിയൻസാണ്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഭാഷ കൊറിയൻ ഭാഷയാണ്. അപ്പോൾ കൊറിയൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ലാംഗ്വേജാണ്. അപ്പോൾ ഏകദേശം ലോകത്ത് ഒരു 5-നും 10-നും ഇടയ്ക്ക് കൊറിയക്കാരുണ്ട്. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ ഒരു സമ്പദ് വ്യവസ്ഥ അതിശക്തമാണ്. ഏകദേശം 2.5 ട്രില്യൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയുണ്ട്. 5 കോടിയുള്ള ജനസംഖ്യയുണ്ട്. അത്യാവശ്യം വലിയൊരു സമ്പദ് വ്യവസ്ഥയാണ്. അത്യാവശ്യം ആധുനികമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം മോഡേണൈസ്ഡാണ്. ഇപ്പോൾ ലോകത്തെ പല ഇലക്ട്രോണിക്സ് കമ്പനികളും, ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ, ഓട്ടോമൊബൈൽ കമ്പനികൾ, ഷിപ്പ് ബിൽഡിങ്, ഇതെല്ലാം സൗത്ത് കൊറിയയിൽ നിന്നാണ്. അപ്പോൾ സൗത്ത് കൊറിയയിലെ വൻ കുത്തക കമ്പനികളാണ് ചായ്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സാംസങ്, ഹ്യൂണ്ടായി, LG, അങ്ങനെ പല പ്രധാനപ്പെട്ട കമ്പനികളും വല്ല കോൺഗ്ലോമറേറ്റ് എന്ന് പറയും, ധാരാളം രീതിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ ദക്ഷിണ കൊറിയയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ലോകത്ത് ഇപ്പോൾ പല സാങ്കേതിക വിദ്യയിലും മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ. നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആദ്യമായിട്ട് കൊണ്ടുവന്ന രാജ്യം ദക്ഷിണ കൊറിയയാണ്. അപ്പോൾ ദക്ഷിണ കൊറിയ ലോകത്ത് വളരെയധികം സാങ്കേതികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ദക്ഷിണ കൊറിയ ഇന്ന് ചർച്ചയാക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, അതിന്ന് വളരെയധികമുള്ളൊരു രാജ്യമാണ് സൗത്ത് കൊറിയ. അപ്പോൾ അവരുടെ ജനസംഖ്യ കൊണ്ടും അവരുടെ സൈനിക ശേഷി കൊണ്ടൊക്കെ ദക്ഷിണ കൊറിയനെ ഒരു മിഡിൽ പവറായിട്ടാണ് ലോക രാഷ്ട്രീയത്തിൽ വിലയിരുത്തുന്നത്. അപ്പോൾ അവർ ഏറ്റവും വലിയ സൂപ്പർ പവർ അല്ല, അമേരിക്കയുടെയോ ചൈനയുടെയോ റഷ്യയുടെയോ പോലെയുള്ള ഒന്നുള്ള രാജ്യമല്ല.
എന്നാൽ അവർക്ക് ഫെയർലി നല്ലൊരു ശക്തിയുണ്ട്, നല്ലൊരു സാമ്പത്തിക ശക്തിയുണ്ട്. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ സാംസ്കാരികമായ പ്രൊഡക്ട്സിനെയാണ് ഹാല്യു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോകത്ത് ഭയങ്കര അപ്പീലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ നമ്മൾ നോക്കുവാണെങ്കിൽ 1990കളുടെ സമയത്താണ് ഇതിൻ്റെ കഥ പോകുന്നത്. അപ്പോൾ അന്നത്തെ ദക്ഷിണ കൊറിയയുടെ ഗവൺമെൻറ് കൊറിയൻ സാംസ്കാരികമായ കാര്യങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവർ കൊറിയൻ ഭാഷ ലോകം മൊത്തം പഠിപ്പിക്കാനും കൊറിയയുടെ മ്യൂസിക്കും മൂവിയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും ദക്ഷിണ കൊറിയൻ ഗവൺമെൻറ് പല കാര്യങ്ങൾ ചെയ്തു. ആ എഫേർട്സ് ഇപ്പോൾ 10-30 കൊല്ലത്തിന് ശേഷം വളരെയധികം പൂവണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് കിങ് സെജോങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചു. അങ്ങനെ ലോകം മൊത്തം പല ഭാഗത്തും കൊറിയൻ ഭാഷ പഠിപ്പിക്കാൻ ദക്ഷിണ കൊറിയ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നോക്കുവാണെങ്കിൽ കൊറിയൻ ഭാഷ വളരെയധികം പ്രിയങ്കരമായൊരു ഭാഷയാണ്. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ ഈ സോഫ്റ്റ് പവറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് K-പോപ്പ് സംഗീതം. അപ്പോൾ K-പോപ്പ് സംഗീതത്തിൻ്റെ കഥ തുടങ്ങുന്നത് 1990കളിലാണ്. അപ്പോൾ അന്നത്തെ പരമ്പരാഗതമായ കൊറിയൻ സംഗീതവും വെസ്റ്റേൺ മ്യൂസിക്കും കൂടെ മിക്സ് ചെയ്തൊരു സംഭവമായിരുന്നു ഈ K-പോപ്പ്. അപ്പോൾ അന്ന് അതൊരു ഭയങ്കര വേവ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ കാലത്ത് പല ബാൻഡുകളുണ്ടായിരുന്നു, സിയോ താജു, ബോയ്സ്. അതുപോലെ അന്നത്തെ ദക്ഷിണ കൊറിയയിൽ പല പല എൻ്റർടൈൻമെൻറ്റ് കമ്പനികളുണ്ടായിരുന്നു. ഇപ്പോൾ SM എൻ്റർടൈൻമെൻറ്റ്, YG എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ സംഗീത നിർമ്മാണവും അങ്ങനത്തെ ബ്രാൻഡിങ് ഒക്കെ ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു വലിയ കാര്യമാവാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ കൊറിയയിലെ ഗവൺമെൻറ് അതിന് വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർക്കൊരു ഹാല്യു ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. അതനുസരിച്ച് കോടികളാണ് ദക്ഷിണ കൊറിയൻ ഗവൺമെൻറ് അവരുടെ സംഗീതവും അവരുടെ സംസ്കാരവും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പം ചില കണക്കുകൾ പ്രകാരം 1998 $14 മില്യൺ അവർ ചെലവഴിച്ചത്. 2001 ആയപ്പോഴേക്കും 84 മില്യൺ അവർ ചെലവഴിച്ചു. അങ്ങനെ ദക്ഷിണ കൊറിയൻ സംഗീതം ലോകം കീഴടക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് 2012 ഇറങ്ങിയ ഓപ്പൺ ഗന്നം സ്റ്റൈൽ. ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബിൽ എത്ര കോടിക്കണക്കിന് വ്യൂവേഴ്സാണ് ഇതിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ദക്ഷിണ കൊറിയൻ പോപ്പ് സംഗീതം ലോകം വളരെയധികം കീഴടക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് ഏറ്റവും അനുകൂലമായ ഘടകം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയാണ്. ഇപ്പോൾ ട്വിറ്റർ, അതുപോലെ തന്നെ യൂട്യൂബ്, അതുപോലെ ടിക്ടോക്ക് മുതലായ മീഡിയയിൽ സൗത്ത് കൊറിയൻ സംഗീതം ലോകം കീഴടക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന പ്രധാനപ്പെട്ട 2 ബാൻഡുകളാണ് BTSഉം ബ്ലാക്ക് പിങ്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അത് വളരെയധികം ട്രെൻഡാണ് BTS. അപ്പോൾ BTSൻ്റെ സംഗീതം നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്ത് കോടിക്കണക്കിന് പേര് വെയിറ്റ് ചെയ്യുന്ന സംഗീതമാണ്. അപ്പോൾ അതിന് ലോകത്തിലെ ഫാഷൻ ഇൻഡസ്ട്രിയിലൊക്കെ ഭയങ്കര പങ്കുണ്ട്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ K-പോപ്പിന് ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു റോളുണ്ട്. കാരണം K-പോപ്പ് വഴി ദക്ഷിണ കൊറിയയുടെ പല സാംസ്കാരിക പ്രൊഡക്റ്റും ലോകം മൊത്തം വളരെയധികം വെൽക്കം ചെയ്യപ്പെടുവാണ്. അങ്ങനെ K-പോപ്പിൻ്റെ പ്രൊഡക്ട്സും സർവീസും തന്നെ ദക്ഷിണ കൊറിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. ഉദാഹരണം ഒരു കണക്ക് നോക്കുവാണെങ്കിൽ 2003 40 മില്യൺ ആയിരുന്നു K-പോപ്പ് ദക്ഷിണ കൊറിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചെയ്ത ഒരു കോൺട്രിബ്യൂഷൻ. അതായത് ഏകദേശം ഒരു 320 കോടിയാണ്. 2018 നോക്കുവാണെങ്കിൽ അത് 5 ബില്യണായി. അതായത് ഏകദേശം 42,000 കോടി രൂപയോളം അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ദക്ഷിണ കൊറിയയുടെ GDPയുടെ 1.7% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് K-പോപ്പ് അടക്കമുള്ള കൾച്ചറൽ പ്രൊഡക്ട്സാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ K-പോപ്പ് ഇന്ന് വളരെ ഒരു വേവായിട്ട് മാറിയിട്ടുണ്ട്. കോടിക്കണക്കിന് ഫാൻസ് ലോകം മൊത്തമുണ്ട്. ഇപ്പോൾ പല വെസ്റ്റേൺ ബാൻഡ്സും K-പോപ്പുമായിട്ട് കൊളാബറേഷനിലാണ് പ്രൊഡക്ട്സ് ഇറക്കുന്നത്. ഇതിന് ഫാഷൻ ഇൻഡസ്ട്രിയിലുള്ള ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. K-പോപ്പിലെ താരങ്ങൾ ഒരു ഫാഷൻ ഐക്കണായി മാറുകയാണ്. അപ്പോൾ ഇത് ദക്ഷിണ കൊറിയയിലേക്ക് ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, K-പോപ്പിലെ താരങ്ങളെ കാണാനും അതിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനും. അപ്പോൾ ഇതിനെയാണ് ഹല്യ ടൂറിസം എന്ന് പറയുന്നത്. അങ്ങനെ ദക്ഷിണ കൊറിയയുടെ വേറെ ചില പ്രൊഡക്ട്സാണ് നെറ്റ്ഫ്ലിക്സിലെ സ്ക്വിഡ് ഗെയിം. അതും കോടിക്കണക്കിന് ആരാധകർ നേടിയ സംഭവമാണ്. അപ്പോൾ ഈ K-പോപ്പിലെ താരങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് വ്യക്തമായ ട്രെയിനിങ് ഷെഡ്യൂളൊക്കെ ഉണ്ട്. അതിനാണ് ഐഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെമ്പാടും K-പോപ്പ് ഭയങ്കര ഇമ്പാക്റ്റ് ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കൊറിയൻ ഭാഷ ഇപ്പോഴത്തെ ഡ്യുവോലിംഗോയുടെ കണക്ക് പ്രകാരം ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന ഭാഷ കൊറിയൻ ഭാഷയാണ്. ഇപ്പോൾ തായ്ലൻഡ്, മ്യാൻമാർ, ലാവോസ് മുതലായ രാജ്യങ്ങളിൽ ഒരു വിദേശ ഭാഷയായിട്ട് ഇപ്പോൾ കൊറിയൻ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കൂടുതലും കുട്ടികൾ പഠിക്കുന്നൊരു ഭാഷ കൊറിയൻ ഭാഷയാണ്. 2021 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ 20ഓളം കൊറിയൻ വാക്കുകളാണ് ചേർത്തത്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ കൊറിയയുടെ BTSഉം ബ്ലാക്ക് പിങ്കും എല്ലാം ലോകത്തെ കീഴടക്കുന്ന വലിയൊരു കൾച്ചറൽ പ്രൊഡക്ട്സ് ആയിക്കോണം.
ഇവർക്ക് കോടിക്കണക്കിന് ആരാധകർ ലോകത്തിൻ്റെ പല ഭൂഖണ്ഡങ്ങളിലുണ്ട്. കോടിക്കണക്കിന് വോണാണ് ഇത് ദക്ഷിണ കൊറിയയ്ക്ക് നേരിട്ടിടുന്ന വരുമാനം. ഇതിൻ്റെ സോഫ്റ്റ് പവർ ഭയങ്കരമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊറിയൻ ഭാഷയുടെ ആൾക്കാർക്കുള്ള താല്പര്യം. ഇതുപോലെ തന്നെ ദക്ഷിണ കൊറിയയുടെ വേറെ കൾച്ചറൽ പ്രൊഡക്ട്സ് പലതും ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ BTS ബാൻഡ്, ബ്ലാക്ക് പിങ്ക് ബാൻഡ്, കൊറിയൻ നാടകങ്ങൾ, അതുപോലെ കൊറിയൻ മുക്ബാങ് സീരീസ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്ത് സ്വന്തം ശക്തിയേക്കാൾ വളരെയധികം സോഫ്റ്റ് പവറുള്ളൊരു രാജ്യമാണ് സൗത്ത് കൊറിയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക.